ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. പണ്ഡിതന്മാരിൽ മിക്കവരും രാമനെ പൂജാരിമാർ പുലർത്തുന്ന ഒരു ക്ഷേത്ര പ്രതീകമാക്കി തീർത്തപ്പോൾ രാമസേവ ആതുര സേവയാണെന്നും രാമനും അള്ളാഹുവും തമ്മിൽ ഭേദമില്ലെന്നും ജനങ്ങളെ പഠിപ്പിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ. യഥാർത്ഥ രാമൻ ആരാണെന്നും ആ രാമൻ എവിടെയാണ് കുടികൊള്ളുന്നതെന്നും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ മുന്നിട്ടിറങ്ങിയപ്പോൾ ആ പാഠം ദഹിക്കാത്ത കുറെ പേർ അദ്ദേഹത്തെ നിരന്തരമായി പിന്തുടർന്ന ഒടുവിൽ അന്തിമമായ ഗുരുദക്ഷിണ വെടിയുണ്ടയുടെ രൂപത്തിൽ നൽകി. മഹാത്മാവെന്ന് ലോകം വിളിച്ച ആ മനുഷ്യനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരാക്രമണത്തിലൂടെ കൊന്നുകളഞ്ഞു ഹിന്ദുത്വ. അവരിന്ന് മറ്റൊരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളുടെ മേൽ മുറിവേൽപ്പിച്ച് ആ ചോരയുടെ മേൽ രാമരാജ്യം പണിതുയർത്തുന്നു. രാമന്റെ അയോധ്യയും കുരുക്ഷേത്ര ഭൂമിയിലുള്ള സ്ഥലങ്ങളാണെന്ന് ധരിച്ചവർ ജനനേതാക്കളായി വരുമ്പോൾ സ്ഥലം പിടിച്ചെടുക്കാനും തിരിച്ചെടുക്കാനും മറ്റുമായിട്ടുള്ള കലാപങ്ങളും രക്തച്ചൊരിച്ചിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന ഗാന്ധിയെ ഓർക്കുന്നുണ്ട് അഴീക്കോട് മുതൽ അയോധ്യ വരെ എന്ന പുസ്തകത്തിൽ സുകുമാർ അഴീക്കോട്. മതവൈര്യം തീർത്ത ശവക്കൂമ്പാരങ്ങൾക്കും അതിൽ നിന്നും ഒഴുകിയ ചോരപ്പുഴയ്ക്കും മുകളിൽ പടുത്തുയർത്തുന്ന രാമരാജ്യത്തിൽ ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന് ചൊല്ലി ഗാന്ധി രാജ്യത്തിന് കാട്ടിത്തന്ന രാമനുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ മതേതര നാട് എങ്ങനെ കാണണം? ചർച്ചയിൽ അതിഥികളായി കെ ടി കുഞ്ഞിക്കണ്ണൻ, CPIM നേതാവ്, പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസ്, പ്രിന്റു മഹാദേവ, BJP-യിൽ നിന്നും എന്നിവരാണ്. ആദ്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക്. കെ ടി, ബ്രാഹ്മണിക്കൽ ഹൈന്ദവതയുടെ ദൈവശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കുന്ന നാളത്തെ ചടങ്ങിനെ മതേതര നാട് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഒരു മതേതര സമൂഹത്തിനും ഒരു മതേതര രാഷ്ട്രത്തിനും ഒരിക്കലും അഭികാമ്യമോ പൊറുപ്പിക്കാവുന്നതുമായ സംഭവങ്ങളല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മതം ഒരു മതനിരപേക്ഷ കൺസെപ്റ്റ് അനുസരിച്ച് വ്യക്തികളുടെ സ്വകാര്യ വിഷയമാണ്. വ്യക്തികൾക്ക് മതമാകാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം. തങ്ങൾ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാം. ആ മതത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഇതിനെല്ലാമുള്ള അവകാശങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എന്നാൽ രാഷ്ട്രത്തിന് മതം പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിരിക്കുന്ന അടിസ്ഥാന നിലപാട് എന്ന് പറയുന്നത്. ഇതിനെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് 2014 അധികാരത്തിൽ വന്ന മോഡി സർക്കാർ മതത്തെയും വിശ്വാസത്തെയും ഒക്കെ രാഷ്ട്രീയമാക്കുക മാത്രമല്ല, അത് ഭരണകൂടത്തിന്റെ സ്റ്റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് മതപരമായ കാര്യങ്ങൾ മാറുകയാണ്. ആ അർത്ഥത്തിലാണ് 464 വർഷക്കാലം അയോധ്യയിലെയും ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന ഒരു പള്ളി, അത് 1992 ഡിസംബർ 6 പൊളിച്ചു. ആ പൊളിച്ച പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ലോകത്തിന് നൽകിയ ഉറപ്പാണ്. ഇന്ത്യക്ക് മാത്രമല്ല, അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ആദ്യമായി ഈ പള്ളി പൊളിച്ചതിന് ശേഷം പ്രതിവചിച്ചത് എന്താണ്? പള്ളി തകർത്ത സ്ഥലത്ത് തന്നെ പള്ളി പണിത് കൊടുക്കുമല്ല. ഇപ്പൊ എന്താണ്? 1992 ശേഷം ഈ 2024 എത്തി നിൽക്കുമ്പോൾ ബാബ്രി മസ്ജിദ് നിലനിന്ന സ്ഥാനത്ത് രാമക്ഷേത്രം ഉയരുകയാണ്. അതൊരു ക്ഷേത്രത്തിന്റെ പ്രശ്നം മാത്രമല്ല. RSSന്റെ രാമൻ, ഇവിടെ ഇൻട്രോയില് പറഞ്ഞതുപോലെ എന്താണ് RSSന്റെ രാമൻ വാൽമീകിയുടെ രാമനല്ല. ഇന്ത്യയിൽ അനവധിയായ രാമകഥകളിലൂടെ ഇന്ത്യൻ ജനസമൂഹത്തിന്റെ സാമൂഹ്യാശയങ്ങളിലും ചരിത്ര ഭാവനകളിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാമനുമുണ്ട്. അതാണ് ഗാന്ധിയുടെ രാമൻ. ആ രാമനല്ല RSSന്റെ രാമൻ. RSSന്റെ രാമൻ എന്ന് പറയുന്നത് ക്ഷാത്രവീര്യം, ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും ഒക്കെ തന്നെ വീര്യം ഉൾച്ചേർന്ന ചിത്ഭവൻ ബ്രാഹ്മണ്യത്തിന്റെ അക്രമോത്സുകത പരിധാനം ചെയ്യുന്ന ഒരു രാമനാണ് RSSന്റെ രാമൻ. ആ രാമൻ അപരമതവിശ്വാസികളുടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആരാധനാലയത്തെ തർക്ക വിഷയമാക്കി പൊളിച്ചു മാറ്റിയതിനു ശേഷം അവിടെ ക്ഷേത്രം പണിയുകയാണ്. ആ ക്ഷേത്രം പണിക്ക് ഒരു സ്റ്റേറ്റ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള, അങ്ങേയറ്റം രോഷജനകമായിട്ടുള്ള ഒരു സംഭവം ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും പ്രതികരണം ഉണ്ടാവേണ്ട ഒന്നാണിത്. പക്ഷെ എന്താണ്, കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്താണ് ഈ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് മാധ്യമങ്ങൾ RSSന്റെ പ്രചാരവേലയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള
ഒരു സമ്മതി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അനന്തരഫലം എന്ന നിലക്കാണ് രാജ്യത്ത് ഉണ്ടാവുന്നത് രാമക്ഷേത്രം മാത്രമല്ല എന്നാണ് പറയുന്നത്, ഈ രാഷ്ട്രത്തിന്റെ ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. മിസ്റ്റർ യോഗി ആദിത്യനാഥ് ശ്രീകോവില് തറക്കല്ലിട്ടുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇത് രാമക്ഷേത്രം മാത്രമല്ല, ഇത് രാഷ്ട്രക്ഷേത്രമാണ്. രാഷ്ട്രത്തിന് ക്ഷേത്രമുണ്ടോ? രാഷ്ട്രത്തിന് പള്ളിയുണ്ടോ? രാഷ്ട്രത്തിന് ചർച്ചുണ്ടോ? ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമല്ലേ? നെഹ്റുവിന്റെയും അംബേദ്കറുടെയും ഒക്കെ തന്നെ ഭരണഘടനാ സങ്കല്പങ്ങളെ എത്ര വേഗമാണ് അട്ടിമറിച്ചിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടുണ്ടോ എന്നുള്ള പ്രശ്നമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. അസഹിഷ്ണുത, അപരമത വിരോധം, ഇതെല്ലാം തന്നെ പടർത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് തർക്കപ്രശ്നമായി ആക്കിയത്. 1813 ജോൺ ലൈഡൻ ബാബർനാമ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ ബാബർനാമ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ജോൺ ലൈഡന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓറിയന്റലിസ്റ്റ്, ഇന്തോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജോൺ ലൈഡന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ബാബർനാമയുടെ തർജ്ജിമ ചെയ്ത ആ പുസ്തകത്തിന്റെ അവതാരികയിലാണ് ജോൺ ലൈഡൻ എന്ന് പറഞ്ഞത്. 1528 ബാബർ ചക്രവർത്തി ഇതിൽ വന്നപ്പോ ഇവിടെ പള്ളി പണിതപ്പോ ആ പള്ളി പണിതിരിക്കുന്നത് ചിലപ്പോൾ എന്താകാം, ഒരു ക്ഷേത്രമുള്ള സ്ഥലത്തായിരിക്കാം. അദ്ദേഹത്തിന്റെ തോന്നലാണ്, അദ്ദേഹത്തിന്റെ ഊഹമാണ്. ആ തോന്നലുകളെയും ഊഹത്തെയും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദും അഭ്യുദയം കാണിച്ച അത്ഭുതകരമായ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിരോധം കണ്ട് പരിഭ്രാന്തമായ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന രീതിയിൽ ഭിന്നിപ്പിക്കണം, ഹിന്ദു മുസ്ലിം മൈത്രി ബ്രിട്ടീഷ് ഭരണത്തിന്റെ നെടുംതൂണുകളെ പിടിച്ചുകുലുക്കും എന്ന് ഭയപ്പെട്ടെടുത്താണ് ബാബരി മസ്ജിദ് തർക്കപ്രശ്നമാക്കുന്നത്. ആ തർക്കപ്രശ്നമാക്കാനാണ് അന്നത്തെ ലക്നൗ റെസിഡന്റ് ആയിരുന്ന മിസ്റ്റർ കർണൽ ശ്രീമാൻ ഫൈസാബാദ് ഗസറ്റിയറില് ബാബരി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ബാബരി മസ്ജിദിലേക്ക് കടന്നു പോകുന്ന മുഖ്യ കവാടം രാമജന്മഭൂമിയാണ്. അവിടെ രാമപൂജയ്ക്ക് രാമചത്രബുധ അനുവദിക്കണമെന്ന രീതിയിൽ ലേഖനം എഴുതുന്നതും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അതിന് ആയിട്ടുള്ള ബാബമാരെ, സന്യാസിമാരെ സംഘടിപ്പിക്കുന്നതും അവിടെ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ചരിത്രത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നതേയുള്ളൂ. രാമജന്മഭൂമി RSSകാർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു തർക്കമാണ്. എന്തിനു വേണ്ടിയിട്ട്? ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരി രാജ്യം നിലനിൽക്കാൻ. ഇപ്പോ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ സവർക്കർ ദേശീയവാദിയായിരുന്ന കാലത്ത് എഴുതിയ ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ. അത് മലയാളത്തിൽ ഇപ്പോ RSS അത് പ്രചരിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു RSS പബ്ലിക്കേഷൻ ആണ് അത് പ്രസിദ്ധീകരിച്ചെങ്കിലും മലയാളത്തിൽ ചില ലൈബ്രറികളിൽ ഇപ്പോഴും നമുക്ക് ലഭിക്കും. കോഴിക്കോട് ദേശഭൂഷണി വായനശൈലി അത് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പുസ്തകം എടുത്തു നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു മുസ്ലിം മൈത്രി, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, മുസൽമാന്മാര്, ബൗദ്ധര്, ജൈനർ, എല്ലാ വിഭാഗം ആളുകളും ഒരു ശരീരം പോലെ നിന്ന് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചപ്പോൾ, സ്വാതന്ത്ര്യ സമരത്തിലെ രണാങ്കണങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടുപോയി. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട് അയോധ്യ ഒരു വിഷയമാക്കി ബാബർ പണിത പള്ളി ഒരു ഡിസ്പ്യൂട്ട് പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കൊളോണിയൽ ശക്തികൾ നടത്തിയത്. ആ കൊളോണിയൽ അജണ്ടയാണ് വൻകിട കോർപ്പറേറ്റുകളുമായി ചേർന്നിട്ടുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇപ്പോൾ കളിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയണം. ബാബർ ചക്രവർത്തി ഒരു അസഹിഷ്ണുതയില്ല. ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കറിയാം. എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ബാബറുടെ അവസാനത്തെ വസിയത്ത് ഒന്ന് വായിക്കാം. ആ വസിയത്ത് ഇപ്പോൾ വളരെ പ്രസക്തമാണ്. മകനെ, ഹിന്ദുസ്ഥാൻ എന്ന ഈ രാജ്യം നാനാമതങ്ങളുടേതാണ്. ഈ സാമ്രാജ്യം നമുക്ക് നൽകിയതിന് അല്ലാഹുവിനോട് നമുക്ക് നന്ദി പറയുക. എല്ലാ അഭിപ്രായ ഭിന്നതകളും ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയുക. ഓരോ സമുദായത്തോടും അതിന്റെ ആചാര്യ മര്യാദകൾക്കനുസരിച്ച് നീതി പുലർത്തുക. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിനും ഭരണത്തിനും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഗോവധം തടയുക. നമ്മുടെ സാമ്രാജ്യ പരിധിയിൽ ഒരു ആരാധനാലയവും ഒരു ക്ഷേത്രവും നശിപ്പിച്ചുകൂടാ. രാജാവിന്റെ നടപടികളിൽ പ്രജകളും പ്രജകളുടെ നടപടികളിൽ രാജാവും സന്തുഷ്ടരാവുന്ന വിധത്തിൽ വേണം ഭരണം നടത്താൻ. അതിനുള്ള മാർഗം ആവിഷ്കരിക്കണം. കുലീനമായ നടപടികളിൽ വേണം ഇസ്ലാം മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ, അല്ലാതെ ഭയപ്പെടുത്തിയിട്ടുള്ള രീതിയാവരുത്. ഷിയ സുന്നി തർക്കങ്ങൾ ഇസ്ലാം മതത്തിന്റെ ദൗർബല്യമാണ്, അത് മറന്നേക്കുക. വിവിധ ആചാര രീതികൾ പിന്തുടരുന്ന പ്രജകളെ ഒരുമിച്ച് നിർത്തുക. ഈ രാജ്യഗാത്രത്തിലെ ഒരവയവവും രോഗബാധിതമാകാതെ കാത്തുകൊള്ളുക. ഇതാണ് ബാബർ ചക്രവർത്തിയുടെ വസിയത്ത്. തന്റെ അനന്തരഗാമിക്ക് ബാബർ നൽകിയ സന്ദേശമാണിത്. ഈ സന്ദേശം ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ബഹുസ്വരതയെ, വ്യത്യസ്ത ആചാര വിശ്വാസങ്ങളുടെ ജനസമൂഹങ്ങളെ, ഈ രാജ്യഗാത്രത്തെ അതിനൊരു കേടും കൂടാതെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വളരെ ഉത്കണ്ഠ നിറഞ്ഞ ഒരു ഭരണാധികാരിയുടെ പിന്മുറക്കാരനുള്ള ഉപദേശമാണ് ഈ സന്ദേശം.
ആ ബാബർ വിദേശാക്രമിയാണെന്നും ഭീകരനാണ് എന്നൊക്കെ വരുത്തിക്കൊണ്ട് ചരിത്രത്തെ തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് ആണ് ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ കൊളോണിയൽ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് ബാബറി മസ്ജിദ് തർക്കഭൂമിയാക്കി മാറ്റിയത്. ആ തർക്കഭൂമിയിൽ ഇപ്പോൾ എല്ലാ നിയമങ്ങളെയും രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ മതനിരപേക്ഷ തത്വങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങിയിട്ടുള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. അത് സംബന്ധമായ ഈ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ സംബന്ധിച്ച, അതേപോലെ തന്നെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജാവിധികളെ സംബന്ധിച്ച്, യാഗവിധികളെ സംബന്ധിച്ച് ഒക്കെ തന്നെ തർക്കങ്ങൾ ശങ്കരാചാര്യന്മാർ വരെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ തിടുക്കപ്പെട്ട് 2024 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മോഡി സർക്കാർ ഇത് ചെയ്യുന്നത് എന്ന കാര്യം ഈ രാജ്യത്തെ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി, അയോധ്യ ഒരു പൊളിറ്റിക്കൽ ടൂളായി BJP മാറ്റുന്നു, അതുകൊണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ ബോധ്യം, ആ തിരിച്ചറിവ് പൂർണ്ണമായും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ടൂളുകൾക്ക് ഈ പ്രതിഷ്ഠാ ദിനത്തിനോട് അടുക്കുമ്പോൾ കോൺഗ്രസ് കൂടെ പിടിക്കുന്നത് എന്തിനാണ്? ഒരിക്കലുമില്ല. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് സുവ്യക്തമാണ്. കോൺഗ്രസ് ആദ്യം മുതൽ 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘ് RSS രൂപം കൊള്ളുന്ന അന്നു മുതൽ RSSന്റെ മതാധിഷ്ഠിത വാദത്തെ, ഹിംസാത്മക പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി തന്നെ എതിർത്തു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്നു തൊട്ടാണ് ഗാന്ധിയോട് RSSന് ഇത്രമാത്രം വെറുപ്പുണ്ടായത്. 1934 ഗാന്ധി പ്രസിഡന്റായിരുന്ന ബൽഗാവും AICC സമ്മേളനമാണ് പ്രഖ്യാപിച്ചത്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കുമെന്ന്. അന്ന് മുതലാണ് കൃത്യമായി തന്നെ RSSന് കോൺഗ്രസിനോടും ഗാന്ധിയോടുമുള്ള വെറുപ്പ്, വിദ്വേഷമൊക്കെ. അന്നു മുതൽ 1925 RSS രൂപം കൊണ്ട അന്നു മുതൽ ഇന്ന് വരെ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ, നിലപാടുകളെ കൃത്യമായി എതിർത്തുകൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ട കാലം മുതൽ, ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല, മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും വലിയ പട്ടികയായിട്ടുള്ള ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകിയ, അതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധി മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് മുതൽ, ഞാൻ അതിലേക്കൊന്നും, അതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതിനകത്ത് വളരെ വ്യക്തമാണ്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എല്ലാവരുടേതുമാണ്, ഈ രാജ്യം എല്ലാവരുടേതുമാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ആസേത് ഹിമാചലം എല്ലാ ഭാരതീയരുടെയുമാണ്, അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ എന്നോ ന്യൂനപക്ഷത്തിന്റെ ഒന്നുമില്ല. കൃത്യമായി തന്നെ നമുക്കറിയാം, 1951 ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം, ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യാതിഥികളായി ക്ഷണിക്കപ്പെട്ടത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലുമാണ്. അന്ന് നെഹ്റു എഴുതിയൊരു കത്തുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്. അന്ന് ആ കത്ത് ഇന്ന് പബ്ലിക് ഡൊമൈനിലൊക്കെ ലഭ്യമാണ്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള താങ്കളുടെ തീരുമാനം, നെഹ്റു എഴുതുകയാണ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ തീരുമാനം, ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയുടെ തീരുമാനം ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചരിത്രത്തെ കണ്ട ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി തന്നെയാണോ ഹിമാചൽ പ്രദേശിൽ നാളെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് വളരെ വ്യക്തമാണ്. കാരണം അവിടെ ഇവിടെ ഒന്നോ രണ്ടോ നിലപാടുകൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വിശദീകരിക്കാൻ, വ്യാഖ്യാനിക്കാൻ കഴിയുക? നോക്കൂ, കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്, അല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടി മൂർഖമായ ഒന്നായി അതിന്റെ നിലപാടിനെ പറയുമെന്ന് നമുക്ക് കരുതുക വയ്യല്ലോ. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ പറയുന്നതിന്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഔദ്യോഗികമായി അവിടെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പറയാണ്, പാർട്ടി അത് വളരെ കൃത്യമായി തന്നെ അതിന്റെ പേരിലുള്ള പാർട്ടിയുടെ നിലപാടിന് അനുസൃതമായി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. നോക്കൂ, ഇപ്പോൾ താങ്കൾ അതിനെ വിശാലാർത്ഥത്തിൽ കാണുന്നു, പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം അവധി കൊടുത്ത ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവധി വരുന്നത്? അപ്പോൾ അതൊക്കെയും കഴിഞ്ഞിട്ട് നാളെ അവിടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങും കഴിഞ്ഞിട്ട് കോൺഗ്രസ് വട്ടം കൂടി വട്ടമേശ സമ്മേളനം നടത്തി നടപടിയെടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ഹിമാചൽ സർക്കാർ ആ വിഷയം തീരുമാനിക്കുമ്പോൾ, അതിന് കോൺഗ്രസ് എന്ന പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് മതേതര രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കോൺഗ്രസ് ഒരിക്കലും, കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് വളരെ കൃത്യമായി തന്നെ ഏതാനും ദിവസം, ഒരാഴ്ചക്ക് മുന്നേ തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഞാൻ വളരെ കൃത്യമായി തന്നെ പറയാണ്, ഒരു വിശാല ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി
ആരെങ്കിലുമൊക്കെ അതിന്റെ അകത്ത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി അവിടെ തന്നെയാണ് ഈ പ്രശ്നം. കോൺഗ്രസ് ഈ അയോധ്യ വിഷയത്തിൽ ആദ്യകാലം മുതൽ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ആ ചരിത്രത്തിലേക്ക് തിരികെ നടന്ന് പരിശോധിക്കേണ്ടി വരും നമുക്ക്. ഫൈസാബാദ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബാബരി മസ്ജിദിന്റെ പരിസരം ഹൈന്ദവ ആചാരങ്ങൾക്കായി പ്രാർത്ഥനകൾക്കായി തുറന്നു കൊടുക്കുന്നതെങ്കിൽ അതിൽ അന്നത്തെ കേന്ദ്ര സർക്കാരിന് പങ്കുണ്ടായിരുന്നു. അഴിമതിയിൽ മുങ്ങിയ സർക്കാർ അത്തരം കാര്യങ്ങൾ മറച്ചുവെക്കാൻ രാമക്ഷേത്രത്തെ മറയാക്കിയെന്ന് രാമചന്ദ്ര ഗുഹയെ പോലുള്ള ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. തള്ളിക്കളയാനാകുമോ നിങ്ങൾക്ക്? അല്ല, ഇവിടുത്തെ കൃത്യമായി 1949 ബാബറി മസ്ജിദിന് പൂട്ടുവീഴുന്ന അന്ന് മുതൽ അത് നെഹ്റുവിന്റെ വളരെ ഉറച്ച ഒരു തീരുമാനമായിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ പരിശോധിച്ചാൽ, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഞങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തെ കോടതി വ്യവസ്ഥയ്ക്കോ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കോ വിരുദ്ധമായിട്ടല്ല. കോടതി ഇവിടെ പ്രിയപ്പെട്ട അവതാരിക തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഫൈസാബാദ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് 1989 നമുക്കറിയാം അവിടുത്തെ ഗേറ്റുകൾ തുറക്കപ്പെടുന്നത്. അത് കോടതി വിധിയാണ്. അല്ലാതെ ഗവൺമെന്റ് അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റോ രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റോ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമല്ല. ഇവിടെ തന്നെ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, ഇന്ന് 2019 നവംബർ മാസത്തില് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട അന്തിമമായിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നു. ആ വിധിയോടൊക്കെ നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കോടതി ഒരു സുവ്യക്തമായ ഒരു വിധി ന്യായം, അത് ഏകപക്ഷീയമായിക്കോട്ടെ എന്തായിക്കോട്ടെ, കോടതിയുടെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ആ കോടതി വിധിയെ അനുസരിക്കുക ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. ഫൈസാബാദ് കോടതി വിധിയുടെ മറവിൽ അത് പക്ഷേ നടപ്പിലാക്കിയത് കോൺഗ്രസിന്റെ അജണ്ടയായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന തിവാരിക്ക് പകരം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും വളരെ വേഗം ഈ നടപടികളൊക്കെയും ഉണ്ടാകുകയും ചെയ്യുന്നത്? അതാണല്ലോ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രത്തിൽ കാണാതെ പോകുന്നത്? ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഈ അന്നത്തെ കോടതി വിധികളെ പോലും അന്ന് കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും അജണ്ടയായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചരിത്രകാരന്മാർ പറഞ്ഞത് ഞാനത് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ തിവാരിക്ക് പകരം അവിടെ വീർ ബഹദൂർ സിംഗിന്റെ അടിയന്തര നിയമനം ചരിത്രരേഖയാണ്. അതിപ്പോൾ ഏത് ചരിത്രകാരൻ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മുന്നിലുള്ള ഫാക്റ്റ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നല്ലോ അദ്ദേഹം. നമ്മൾ ഇപ്പോൾ ഈ പഴയകാല ചരിത്രത്തിലേക്ക് പരിശോധിച്ചിട്ട് പോകുന്നതിന് പകരം, കാരണം ഇത് നിയമപരമായി നമുക്കറിയാം എത്രയോ 100-150 വർഷത്തെ നിയമപരമായി 1885 മുതൽ തുടങ്ങിയ ഒരു നിയമ പോരാട്ടത്തിന്റെ ഒരു 150 വർഷത്തെ ചരിത്രം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ആ നിയമപരമായ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രത്തിലേക്ക് പോകുന്നതിന് പകരം ഇപ്പോൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റുന്ന ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ചർച്ച ചെയ്തതാണ് കുറച്ചുകൂടി ഉചിതം. കാരണം ഈ പറയുന്ന പല മോസ്കുകളുടെയും അസ്ഥിവാരങ്ങൾ മാന്തിക്കൊണ്ട് സംഘപരിവാരം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഒരു മതേതര ജനാധിപത്യത്തിന് വേണ്ടി ഒരു ഉറച്ച നിലപാടെടുത്ത കോൺഗ്രസിന്റെ നിലപാടിനെ അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കോൺഗ്രസിന് എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്ന് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ, രാമചന്ദ്ര ഗുഹയെ പോലെയുള്ള ചരിത്രകാരന്മാർ എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി മാർക്സിസ്റ്റ് വീക്ഷണത്തോടു കൂടി ചരിത്രം എഴുതുന്ന ചരിത്രകാരന്മാരുടെ അത് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിയമമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പറയുന്ന ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ നിലപാടുണ്ട്. പക്ഷെ നിലപാടുണ്ടെങ്കിൽ കോടതി ഒരു വിധി പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇനിയും നമ്മൾ ആ ഒരു തർക്കങ്ങളിലേക്ക് പോകുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇനിയും ചെയ്യേണ്ടത്, കാരണം നമുക്കറിയാം കൃത്യമായി ഇപ്പോൾ അയോധ്യ കഴിഞ്ഞിട്ട് ഇനി കാശിയിലേക്കും മധുരയിലേക്കും സംഘപരിവാരം പോവുകയാണ്. RSS രൂപം കൊണ്ട് 100 വർഷം തികയുന്ന 2025 ഇത്ര ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കാണിച്ചു കൂട്ടിയത് കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ അയോധ്യയിലേക്ക് ഇഷ്ടിക കൊടുത്തതും അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് കൂട്ടുനിന്നതുമൊക്കെ അഭിമാനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധങ്ങളാക്കി മാറ്റുമ്പോൾ എന്തുകൊണ്ട് അതിനെ തടയാൻ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ആകുന്നില്ല? ഏറ്റവും ഒടുവിൽ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് കോൺഗ്രസിനെ ക്ഷണിക്കുമ്പോൾ അതിനൊരു തീരുമാനമെടുക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു? എന്നിട്ട് ആ തീരുമാനം എടുക്കുന്നതിനപ്പുറം നൽകുന്ന വിശദീകരണം എന്താണ്? പാർട്ടി പോകുന്നില്ല, വ്യക്തികൾക്ക് നേതാക്കൾക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി വ്യക്തിപരമായി പോകണമെങ്കിൽ പോകാം. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പോകുമ്പോൾ അതിന് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് നാട്ടുകാർ കാണുന്നത്. അല്ലാതെ പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തി പോയി എന്നോ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പോയി എന്നല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടെ വ്യാഖ്യാനിക്കപ്പെടും. ഇതിനെയൊക്കെ തിരുത്താൻ കോൺഗ്രസിനാകണ്ടേ? ഈ ഒരു കാര്യം ആദ്യം മുതൽ തന്നെ, അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിലും ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും കോൺഗ്രസ് നിലപാട് വിശ്വാസം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസ നിഷേധികളോ മതനിഷേധികളോ മതവിശ്വാസത്തെ നിഷേധിക്കുന്നവരോ ഒന്നും അല്ല. ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉറച്ച നിലപാടാണ്. വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. മതവിശ്വാസം ഓരോരുത്തരെയും, അത് ഇന്ത്യയിലെ 145 കോടിയുടെ ജനങ്ങളുടെയും വ്യക്തിപരമായ വിശ്വാസത്തെ ഞങ്ങൾ എന്താ ഈ പറയുന്ന അയോധ്യ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്? അതിനെ RSSും സംഘപരിവാറും രാഷ്ട്രീയവൽക്കരിക്കുക. വളരെ കൃത്യമായി തന്നെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ശങ്കരാചാര്യന്മാർ
ഈ ആ ഒരു നിലപാടിന് അനുകൂലമായി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടല്ല, പക്ഷെ കോൺഗ്രസ് എന്താണോ ഉന്നയിച്ചത് ആ ആരോപണത്തെ ശരിവെച്ചുകൊണ്ടാണ് 4 ശങ്കരാചാര്യമാര് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ചാനൽ നമ്മൾ ചർച്ച ചെയ്യുന്നു, കോൺഗ്രസ് അയോധ്യയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ രാജ്യത്ത് ഇത് പിന്നെ ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ സംഘപരിവാരത്തെ അനുകൂലിക്കുന്നവർ ഉൾപ്പെടെ എന്തായിരിക്കും കോൺഗ്രസിനെ ചിത്രീകരിക്കാൻ പോകുന്നത്? പക്ഷെ ഞങ്ങളൊരു ഉറച്ച നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തിന്റെ ഒരു അവസാന തുരുത്താണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിനെ എത്രമാത്രം വിമർശിച്ചാലും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്നും സംഘപരിവാറിനെ പ്രതിരോധിക്കുവാൻ കെൽപ്പുള്ള ശക്തിയുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് ധീരമായ ഒരു നിലപാടെടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രതികരണങ്ങൾ പോലും കോൺഗ്രസിന്റെ ഈ നിലപാടിന് അവർക്ക് പോലും അത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തപ്പോൾ പ്രതിരോധിക്കേണ്ട സാഹചര്യം ബി ജെ പിക്ക് അവിടെ ഇല്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എന്തിന് പ്രതിരോധിക്കണം? കാരണം ബി ജെ പി മുന്നിലേക്ക് വെക്കുന്നതും കോൺഗ്രസ് മുന്നിലേക്ക് വെക്കുന്നതും ഒരേ കാര്യമാണ്. തീവ്ര ഹിന്ദുത്വത്തിന് ബദലായി മൃദു ഹിന്ദുത്വം കോൺഗ്രസ് വെക്കുമ്പോൾ എന്തിന് ബി ജെ പി അതിനെ എതിർക്കണം? അല്ല, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയായി, കാരണം ഉത്തരേന്ത്യയിൽ എന്നും ബി ജെ പി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് കോൺഗ്രസിനെ അടിക്കുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമാണ്. എന്താ ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യയിലെ കോടിക്കണക്കിന് രാമഭക്തരുടെ വലിയ വികാരമായി അവിടെ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചത് മതവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധമാണ്, കോൺഗ്രസ് ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്ന് ബി ജെ പി പ്രചരിപ്പിക്കുവാൻ വലിയൊരു ആയുധം ബി ജെ പിക്ക് കിട്ടുമ്പോൾ അവിടെ ബാബരി മസ്ജിദ് തകർത്ത് കൃത്യമായ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തി രാമക്ഷേത്രം ഉയർത്തുന്നതാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന ധീരമായ നിലപാട് സ്വീകരിക്കാൻ എന്താണ് കോൺഗ്രസിന് മടി? ശ്രീ റോണി കെ ബേബി, അങ്ങനെ ഒരു വാക്ക് ഉറച്ച ബോധ്യത്തോടെ കോൺഗ്രസ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനു പകരം കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ രാമക്ഷേത്രത്തിന്റെ പതാകവാഹകരായി മാറുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഞാൻ ആദ്യം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. 1884 അന്നത്തെ മഹന്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഫൈസാബാദ് കോടതിയെ സമീപിക്കുന്നത്. അന്ന് തൊട്ട് ഇത് കോടതിന് മുമ്പിലുള്ള പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നമാണ്. കോൺഗ്രസ് അതിനകത്ത് കൃത്യമായി എടുത്ത, കാരണം നിയമത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയം, കോടതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് കോൺഗ്രസ് സ്വീകരിച്ച എന്താണ്? കോൺഗ്രസ് എന്ന് സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതസ്പർദ്ധയിലേക്ക് പോകരുത്. ഇരുകൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. ഇതിനകത്ത് ഒരു അമിക്കബിൾ കോംപ്രമൈസ് ഉണ്ടാകണം, അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാകണം. കോടതിയുടെ മുമ്പിലേക്ക് പോയപ്പോൾ കോടതി എന്താണ് ഇതിനകത്തൊരു തീരുമാനം എടുക്കട്ടെ, ആ വിധിക്കൊപ്പം കോൺഗ്രസ് നിൽക്കുമെന്നാണ് ഞങ്ങൾ കൃത്യമായ നിലപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2019 നവംബറിന് മുമ്പിലെ ഉള്ള ചരിത്രവും നിയമപരമായ പോരാട്ടങ്ങളും ഇപ്പോൾ ഇഴകീഴി പരിശോധിക്കുന്നതിൽ എന്തൊരു യുക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 2019 കോടതി തീരുമാനം വന്നു കഴിഞ്ഞു. ഇനിയും എങ്ങനെയാണ് അങ്ങനെയാണോ 2019 മുൻപുള്ള ചരിത്രം കാണാതെയും പരിശോധിക്കാതെയും ഇനിയുള്ള അയോധ്യയുടെ ചരിത്രത്തെ നമ്മൾ കണ്ടാൽ അത് എത്രമാത്രം ശരിയാകും? അയോധ്യയുടെ ചരിത്രത്തെ ഈ രാജ്യത്ത് കൊളോണിയലിസവും ആ കൊളോണിയലിസത്തോട് സന്ധി ചെയ്ത ഇന്ത്യൻ ബൂർഷാവർഗങ്ങളെ പ്രതിനിധീകരിച്ച കോൺഗ്രസും ഇപ്പോൾ ബി ജെ പിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വർഗീയമായി വേർതിരിക്കാൻ, അങ്ങനെ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ അസ്ഥിരീകരിച്ച് കോർപ്പറേറ്റ് ചൂഷണം ഉണ്ടാക്കുന്ന സാമൂഹികാഘാതങ്ങളെയും ജീവിത ദുരിതങ്ങളെയും ചർച്ച ചെയ്യാതിരിക്കുക എന്ന ഒരു അജണ്ടയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. മതരാഷ്ട്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളുമായി ചേർന്നാണ്. അത് ആര്യൻ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഹിറ്റ്ലറുടെ നാസി രാഷ്ട്രമായാലും മുസോളിനിയുടെ ഫാസിസ്റ്റ് രാഷ്ട്രമായാലും ഫ്രാങ്കോവിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയമായാലും ആ രാഷ്ട്രീയമൊക്കെ എന്താണ്? അതിന് പിറകിലുള്ള കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്റെ കോൺഗ്രസ് സുഹൃത്ത് വക്താവ് ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യം അറിയില്ല. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാമചന്ദ്ര ഗുഹ ഒരു മാർക്സിസ്റ്റ് അല്ല. നിങ്ങൾ പ്രാഥമികമായി ചർച്ചയിൽ വരുന്ന ഒരാളെന്ന് എനിക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അദ്ദേഹം നെഹ്റു ഒക്കെ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ലിബറൽ സമൂഹത്തിന്റെ ഒരു ദൈക്ഷണിക പാരമ്പര്യത്തെ പിന്തുടരുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ലിബറൽ ഹിസ്റ്റോറിയനാണ്, ലിബറൽ ബുദ്ധിജീവിയാണ് രാമേന്ദ്ര ഗുഹ. രാമേന്ദ്ര ഗുഹയുടെ കൃതികളൊക്കെ നിങ്ങൾ വായിച്ചാൽ മാർക്സിസ്റ്റുകൾക്കെതിരായിട്ട് അതിശക്തമായ വിമർശനം മുന്നോട്ട് വെക്കുന്ന ആളാണ് രാമേന്ദ്ര ഗുഹ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യസന്ധമായ അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തെ പരിശോധിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം മാർക്സിസ്റ്റുകളുടെ നിലപാടുകൾ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിമർശിച്ച ഒരാൾ ബാബരി മസ്ജിദിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1949 ഡിസംബർ 28 ബാബരി മസ്ജിദിനകത്തേക്ക് രാമന്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി വെച്ച് അവിടെ അത് സ്വയംഭൂവായതാണ് എന്ന പ്രചരണം നടത്തുന്ന നേതൃത്വം കൊടുത്ത ആളുടെ പേര് കോൺഗ്രസിന്റെ സുഹൃത്തിനെ അറിയുമോ? ബാബ രാഘവദാസാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസും ഹിന്ദു മഹാസഭയും ഒന്നിച്ചു കൊണ്ട് നടക്കുന്ന ആളാണ്. കോൺഗ്രസിനകത്ത് നെഹ്റു പോലും എതിർത്തിട്ടും RSSനും ഹിന്ദു മഹാസഭക്കാർക്കും കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടില്ലെന്ന് 1938 തീരുമാനം എടുത്തിട്ടും ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്.
1948 നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഗാന്ധിവധം, നമുക്കൊരിക്കലും പൊറുക്കാനാവാത്ത ഗാന്ധിവധം സംഭവിച്ചതിന് ശേഷം RSSകാർക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കരുത് എന്ന് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ചതാണ് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ. പക്ഷെ നെഹ്റു വിദേശത്ത് പോയ ഒരു കാലയളവിൽ നെഹ്റുവില്ലാതെ യോഗം ചേർന്ന് ഇതാ പട്ടേൽ പറഞ്ഞു നമുക്കവര് ഒരു ഭരണഘടന എഴുതി തന്നിട്ടുണ്ട്, അവര് പഴയതുപോലെ ഇനി ആയുധ പരിശീലനവും നടത്തുന്നില്ല, അപ്പൊ അവരുടെ സാധാരണ സ്വതന്ത്ര സംഘടനയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോ RSSകാർക്ക് മെമ്പർഷിപ്പ് വിലക്കിക്കൊണ്ടുള്ള AICC വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനം റദ്ദ് ചെയ്ത ചരിത്രവും കോൺഗ്രസിനുണ്ട്. 1949 അദ്ദേഹം ആവേശപൂർവ്വം പറഞ്ഞല്ലോ, നമ്മൾ ആ ചരിത്രമാണ് ഉയർത്തിപ്പിടിക്കുക. ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വലിയ താല്പര്യം തോന്നി. നെഹ്റുവിന്റെ ചരിത്രമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. നെഹ്റു പറഞ്ഞല്ലോ, ഇത് RSSകാർ ഹിന്ദു മഹാസഭക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ ക്ഷേത്രത്തിന് പള്ളിക്കകത്ത് സ്വയംഭൂവായതല്ല, അത് അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് എന്താണ്, അതെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതികളിലേക്ക് എറിഞ്ഞു കളയണം രാമവിഗ്രഹങ്ങൾ. ആ നെഹ്റുവിന്റെ ആ വാക്കുകളെ എങ്ങനെയാണ് അന്നത്തെ GB പന്ത് എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റില്ല, പ്രധാനമന്ത്രിയാണ്. UP എന്ന സംസ്ഥാനമായിട്ടില്ല, അത് പ്രവിശ്യയാണ്. ആ UP പ്രൊവിൻഷ്യൽ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ GB പന്ത് എന്താണ് ചെയ്തത്? GB പന്ത് നെഹ്റുവിനെ ധിക്കരിച്ചു. എന്നിട്ട് അന്നത്തെ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന, മലയാളികൾക്ക് ഇന്നും അപമാനകരമായ ഒരു ചരിത്രം സമ്മാനിച്ച ഈ KK നായരെ പിടിച്ചു. എന്നിട്ട് KK നായരോട് പറഞ്ഞു, എന്ത്, അത് എടുത്ത് പുറത്തിറയേണ്ട, നമുക്ക് ഡിസ്പ്യൂട്ട് ആക്കിയിട്ട് തർക്കഭൂമിയാക്കി പൂട്ടിയിടാം. മുസ്ലിങ്ങൾ നിസ്കരിച്ചു പോകുന്ന ഒരു പള്ളി തർക്കഭൂമിയാക്കുകയാണ് അന്നത്തെ UP ഗവൺമെന്റ് ചെയ്തത്. അത് വലിയൊരു ഗൂഢാലോചനയാണ്. അതിനുശേഷമുള്ള സംഭവഗതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 86 ഫൈസാബാദിലെ ഒരു കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായിട്ട് സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ND തിവാരി സർക്കാർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അപ്പീൽ പോവുക ചെയ്യേണ്ടത്. അല്ലാതെ എന്താണ്, ആ വിധി വന്ന ഉടനെ തന്നെ എന്താണ്, രാജീവ് ഗാന്ധിയായിട്ട് ആലോചിച്ച് ഉടനെ ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 89 ശിലാന്യാസത്തിന് ഹിന്ദു മഹാസഭ ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിൽ ആവശ്യം ഉന്നയിച്ചപ്പോ ശിലാന്യാസത്തിന് അനുമതി കൊടുത്തില്ലേ? അനുമതി കൊടുക്കാൻ പാടുണ്ടായിരുന്നു. ബാബറി മസ്ജിദിനെ ഇന്നത്തെ പതനത്തിലേക്ക് എത്തിച്ച ഈ വിഷയത്തെ ഈ രീതിയിലേക്ക് എത്തിച്ചത് ആ തീരുമാനം 89 ശിലാന്യാസം നടത്താൻ അനുമതി കൊടുത്തതാണ്. തകർക്കുന്നതിലേക്ക് എത്തിച്ച ശിലാന്യാസമാണ്. നിങ്ങൾ ബാബറി മസ്ജിദിന്റെ തകർച്ച അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കണം. ആ ജസ്റ്റിസ് ലിബർഹാൻ വളരെ വിശദാംശങ്ങളോടുകൂടി എഴുതിയിട്ടുണ്ട്. അന്നത്തെ UP സർക്കാർ BJP ഗവൺമെന്റാണ്, കല്യാൺ സിംഗ്. അതുകൊണ്ട് UP സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പാർലമെന്റിനകത്ത് BJP ഒഴിച്ചുള്ള എല്ലാ MPമാരും പറഞ്ഞു. ദേശീയ ഉദ്ഘാടന സമിതിയുടെ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ആവശ്യമായ പള്ളി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. നരസിംഹറാവു നമ്മുടെ അംസക്ക പിന്നീട് പറഞ്ഞതുപോലെ 11 ഭാഷയിൽ പാണ്ഡിത്യമുണ്ടായിട്ടും ആംഗ്യ ഭാഷയിൽ പോലും പള്ളി പൊളിക്കുന്നത് തടയാൻ ഒന്നും ചെയ്തില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കോൺഗ്രസിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയാം. 49 ഈ പള്ളി അതിക്രമിച്ച് കടന്ന് അത് തർക്കഭൂമിയാക്കി പൂട്ടിയിട്ടപ്പോ, അതിക്രമിച്ച് കടന്ന് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് അത് പൂട്ടിയിട്ട് തർക്കഭൂമിയാക്കിയതിനെതിരായിട്ട് GB പന്തിനെതിരായിട്ട് ഫൈസാബാദ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അക്ഷയ് ബ്രഹ്മചാരി അദ്ദേഹം നിരാഹാരം കിടന്നു. കോൺഗ്രസിന്റെ സുഹൃത്ത് അറിയണം, അദ്ദേഹം നിരാഹാരം കിടന്നു. അവിടെ സത്യാഗ്രഹ പന്തൽ കെട്ടി. ആ പന്തൽ പൊളിച്ചത് ഹിന്ദു മഹാസഭക്കാരനായ കോൺഗ്രസ് നേതാവ് ബാബ രാഘവദാസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. അവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ പന്തൽ പൊളിച്ച് അദ്ദേഹത്തെ ഓടിച്ചു, നഗ്നനാക്കി, അദ്ദേഹത്തെ ഉടുത്തുണിയില്ലാതെ ഓടേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു നല്ലവനായ കോൺഗ്രസ് ഡിസ്ട്രിക്ട് സെക്രട്ടറിക്കുണ്ടായ അനുഭവമാണത്. അപ്പൊ ബാബറി മസ്ജിദിന്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് കളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്ത് എന്നും ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ പാരമ്പര്യത്തെ പിന്തുടരുന്ന, ബ്രാഹ്മണിക്കൽ അതീശത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ BJP ദേശീയ തലത്തിൽ അധികാരത്തിലൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബ്രാഹ്മണിക്കൽ നേതാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടമായിട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ BJPയെ പിന്തുണക്കുന്ന MPമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം കോൺഗ്രസ് അങ്ങോട്ട് മാറിയവരാണെന്ന് കാണാം. ഭൂരിപക്ഷം ആൾക്കാരും കോൺഗ്രസ്സുകാരായിരുന്നു അവര്. ആ ബ്രാഹ്മണിക്കൽ അവശിഷ്ടങ്ങളായിട്ടാണ് ദിഗ്വിജയ് സിംഗിനെ പോലുള്ള, കമൽനാഥിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും കോൺഗ്രസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ വടക്കേന്ത്യൻ ഒരു ഹിന്ദുത്വ ബെൽറ്റ് എന്ന് പറയുന്ന ഈ വടക്കേന്ത്യൻ മേഖലകളുടെ ഒരു പൊളിറ്റിക്സ് ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രഘടനക്കെതിരാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രഘടനക്കെതിരായിട്ടുള്ള ഹിന്ദുത്വാനുകൂലമായ നിലപാടുകൾ അകത്ത് സൂക്ഷിക്കുന്നവരാണ് ഈ കമൽനാഥും മിസ്റ്റർ ദിഗ്വിജയ് സിംഗും ഒക്കെ. മുഹമ്മദ് അഖലാഖ് അവിടെ ധാത്രിയിൽ അതിദയനീയമായ വിധം വധിക്കപ്പെട്ടപ്പോ
ലോകമാകെ പ്രതിഷേധിച്ചു. ഇന്ത്യ ഇപ്പോഴും പശുവിന്റെ പേരിൽ മനുഷ്യരെ ജയ് ശ്രീറാം വിളിച്ച് വളഞ്ഞിട്ട് ആക്രമിച്ച് തച്ച് കൊല്ലുകയാണ് എന്ന പ്രശ്നം ലോകമാകെ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താ മിസ്റ്റർ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്? ഒരു കാര്യക്ഷമമായ അറവ് നിരോധന നിയമം ഇല്ലാത്തതാണ് പ്രശ്നം, അല്ലാതെ RSS അല്ല. ആ രീതിയിൽ ഹിന്ദുത്വത്തിന്റെ അജണ്ടയോടൊപ്പമാണ് എല്ലാ കാലത്തും കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നിന്നിട്ടുള്ളത്. നെഹ്റുവിനെ അവരെല്ലാ കാലത്തും പരസ്യമായി തന്നെ ധിക്കരിച്ചിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പാരമ്പര്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം അനുസരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രാജേന്ദ്ര പ്രസാദിനെയൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചല്ലോ. നെഹ്റു കത്തൊക്കെ എഴുതിയെങ്കിലും രാജേന്ദ്ര പ്രസാദ് പിന്നീട് എന്താ ചെയ്തത് എന്ന് ചരിത്രമാണല്ലോ. അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ഹിന്ദുത്വ അനുകൂലമായ നിലപാടുള്ള ആളുകളുണ്ട്. ഗോൾവാൾക്കർ അത് നന്നായി മനസ്സിലാക്കിയത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് RSSന്റെ സാംസ്കാരിക ശക്തിയും കോൺഗ്രസിന്റെ സംഘടനാ ശക്തിയും ചേർന്നാൽ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാം. അപ്പൊ കോൺഗ്രസ് എൻബ്ലോക്കായിട്ട് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നില്ലെങ്കിലും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള BJPയുടെ അജണ്ടക്ക് ആവശ്യമായ നിലപാടുകളാണ് എല്ലാ കാലത്തും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു ചരിത്രപാഠവും ചരിത്രാനുഭവവും. ഞാൻ മടങ്ങിയെത്താം ശ്രീ KT. പ്രിന്റു മഹാദേവ് കൂടി ചർച്ചയിൽ ചേരുകയാണ്. പ്രിന്റു, ചർച്ചയുടെ ആദ്യഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ പോലും നോക്കൂ, പണി പൂർത്തീകരിക്കാത്ത ക്ഷേത്രത്തിൽ ശങ്കരാചാര്യന്മാരുടെയൊക്കെയും നിർദ്ദേശം മറികടന്നുകൊണ്ട് തിരക്കിട്ട പ്രാണപ്രതിഷ്ഠ നടത്തുന്നതിലൂടെ 2024 വഴി എളുപ്പമാകും BJPക്ക് എന്നാണോ കണക്കുകൂട്ടൽ? ചർച്ചയുടെ ആദ്യഘട്ടത്തിലെ ചില സംഭവങ്ങൾ എനിക്ക് എന്താണെന്ന് വ്യക്തമായില്ലെങ്കിലും എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. പണി പൂർത്തീകരിക്കാത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇന്ന് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു സമീപനം മാധ്യമപ്രവർത്തകരും ചില ആളുകളും ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നടക്കേണ്ട ഒരു ചടങ്ങല്ല. അതിന് ചില ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഗർഭഗൃഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ നടത്താം എന്നതാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ഉള്ളൊരു കാര്യം. സ്വാഭാവികമായിട്ട് ക്ഷമിക്കണം, ഇപ്പോൾ താങ്കൾ പറയുന്നു ചില മാധ്യമങ്ങളും മറ്റു ചില ആളുകളും ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഈ മാധ്യമങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചത് ശങ്കരാചാര്യ മഠാധിപന്മാരാണ്. 4 മഠാധിപന്മാർ അവരാണ് പറയുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന തരത്തിലല്ല ഇപ്പോൾ ആ ക്ഷേത്രമുള്ളത് എന്ന്. ഒരു മിനിറ്റ് കേൾക്കൂ. പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നത് അതേ ശങ്കരാചാര്യ മഠാധിപന്മാരാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ തള്ളിപ്പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഈ രാംലീല വിഗ്രഹത്തിന്റെ കാര്യത്തിൽ പോലും അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ എങ്ങനെയിരിക്കലും ആ രാംലീല വിഗ്രഹത്തിന്റെ കാര്യത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായം ഉയർത്തുന്ന ഹൈന്ദവ വിഭാഗത്തിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ കാണുന്ന ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ അവരെയൊക്കെ തിരുത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു സെമറ്റിക് മതം പോലെ ഒരു ഇരുമ്പോലൊക്കെയല്ല. ശങ്കരാചാര്യന്മാർ വൈദിക പാരമ്പര്യം പുലർത്തുന്നവരാണ്. വൈദിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അഭിപ്രായം ശങ്കരാചാര്യന്മാർ പറയേണ്ടത്. ഇവിടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് താന്ത്രിക വിധികളാൽ നിർമ്മിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. അതിൽ താന്ത്രിക വിധികളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ ക്ഷേത്രം. അതിൽ ഈ ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായം, നമ്മളിപ്പോൾ ഹിന്ദുമതം ഒരു സനാതനധർമ്മം എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്നുകൊണ്ട് ശങ്കരാചാര്യന്മാരുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു. വൈദിക മേഖലയിലുള്ള ആധികാരിക അഭിപ്രായം മാത്രമാണ് ശങ്കരാചാര്യന്മാർക്കുള്ളൂ. അത് വൈദികരാണ്. ഇവിടെ താന്ത്രിക രീതിയിലാണ് ഈ ക്ഷേത്രം പണിയുന്നത്. താന്ത്രിക ക്രമപ്രകാരമാണ് ക്ഷേത്രം പണിയുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ഈ സമയം ഒരു 12:20 എന്നുള്ള സമയം പോലും നിശ്ചയിക്കപ്പെട്ടുള്ളത് ശകവർഷ കലണ്ടർ പ്രകാരമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രമല്ല. സ്വാഭാവികമായിട്ട് ഈ ഡേറ്റ് സമയം പോലും ഈ ദിവസം പോലും അത്രയും ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ശകവർഷ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം കാരണം 80 സെക്കൻഡാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 80 സെക്കൻഡാണ് ഈ പ്രാണപ്രതിഷ്ഠ, ഈ വിഗ്രഹത്തിലേക്ക് പ്രാണ ചൈതന്യത്തെ ആവേശിക്കുന്ന കാര്യത്തിന് ചെയ്യുന്ന 80 സെക്കൻഡാണ്. ആ 80 സെക്കൻഡ് സ്വാഭാവികമായി ഏറ്റവും നല്ല മുഹൂർത്തമാണ്. ആ മുഹൂർത്തം കണക്കാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്കറിയാലോ ശങ്കരാചാര്യന്മാർക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് വരെ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപദേശങ്ങളും നിങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്ത അഭിപ്രായം അവർ പറയുന്ന ഘട്ടത്തിൽ മാത്രം അവർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് അതീതരായിട്ടുള്ള ആളുകളായി മാറുന്നത് എങ്ങനെയാണ് പ്രിന്റു? അല്ല മേഡം, അസിത, സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് താന്ത്രിക വിധിപ്രകാരമുള്ള വിഗ്രഹമാണ് അവിടെ നിർമ്മിക്കപ്പെടുന്നത്.
സ്വാഭാവികമായി അതിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറഞ്ഞത് താന്ത്രികന്മാരാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു രാംലല്ല വിഗ്രഹം ബാബരി മസ്ജിദ് എന്ന പള്ളിക്കുള്ളിൽ കണ്ടെത്തി എന്ന പേരിലായിരുന്നല്ലോ കേസിന്റെ തന്നെ ആധാരം. ആ പ്രതിഷ്ഠ അവിടെ വരുന്നതിന് വേണ്ടി ആ പ്രതിഷ്ഠയിൽ പൂജ നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നല്ലോ ഈ കേസിന്റെ മൂലകേസിന്റെ തുടക്കം. ഇപ്പോൾ വന്ന രാംലല്ല, ആ രാംലല്ല അപ്പോൾ ഏതാണ്? നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്നും കുടിയിറക്കി എന്ന് പറയുന്ന രാമൻ അപ്പോൾ എവിടെയാണ്? ആയിരത്തി 428 ഈ മസ്ജിദ് അധിനിവേശ ഈ അമ്പലം, രാമക്ഷേത്രം, രാമജന്മഭൂമി, ഈ അധിനിവേശ ശക്തികൾ തകർക്കുന്നതിന് മുമ്പ് അവിടെ രാമനുണ്ടായിരുന്നു മേഡം. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, നിങ്ങൾ അയോധ്യയിലൊന്ന് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയോധ്യയ്ക്ക് ചുറ്റും സരയൂ നദി, നമ്മൾ കഥകളിലൊക്കെ കേട്ടുള്ള സരയൂ നദിയുണ്ട്. ആ സരയൂ നദിക്ക് തൊട്ടപ്പുറത്ത് ഹനുമാൻ ഘട്ടുണ്ട്, തൊട്ടപ്പുറത്ത് സീതാ ഘട്ടുണ്ട്, തൊട്ടപ്പുറത്ത് ലക്ഷ്മൺ ഘട്ടുണ്ട്. പിന്നെ എന്താ രാമന് മാത്രം ക്ഷേത്രമില്ലാത്തത്? ഞാനൊരു ചരിത്രബോധമുള്ള ഒരാളെന്ന രീതിയിൽ, ചരിത്രം പഠിക്കുന്ന ആളെന്ന രീതിയിൽ അസിതയോടൊന്ന് ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ട് രാമക്ഷേത്രം എവിടെ? അതൊരു ചോദ്യമല്ലേ? തൊട്ടപ്പുറത്ത് ഹനുമാൻ ഘട്ടുണ്ട്, അതും തകർക്കപ്പെട്ടിരുന്നു. സീതാ ഘട്ടുണ്ട്, അതും തകർക്കപ്പെട്ടിരുന്നു. ലക്ഷ്മണ ഘട്ടുണ്ട്, അതും തകർക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ മൂലസ്ഥാനത്തായിരുന്നു ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന രാമജന്മഭൂമി. പതിറ്റാണ്ടുകളുടെ വിശ്വാസപ്രകാരം ഈ ഭാരതത്തിലെ സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാമൻ ഈ രാജ്യത്തിൻ്റെ ആത്മതത്വമാണ്. നമ്മൾക്കിനി കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് തയ്യാറായിരിക്കുകയാണ്. കാരണം രാമൻ നേരത്തെ പറഞ്ഞല്ലോ. അല്ല മേഡം, ഞാൻ നിങ്ങളെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാനതൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇപ്പം മതേതര പാരമ്പര്യം പറയുകയാണെങ്കിൽ രാമനോളം മതേതരവാദിയായിട്ടുള്ള ഒരു അവതാര പുരുഷൻ ആരാണുള്ളത്? അഹല്യ മുതൽ ആരാധന പള്ളി മാത്രമല്ല മേഡം, അസിതനെ സംബന്ധിച്ചിടത്തോളം ആരാധന 1888 വരെ അവിടെ ഹിന്ദുക്കളും മുസ്ലിംമാരും ഒരേ സമയം അവിടെ ആരാധിച്ചിരുന്നു. 1888 ശേഷമാണ് അവിടെ ആരാധനയ്ക്ക് ബ്രിട്ടീഷുകാർ ഹിന്ദു സമൂഹത്തിന് വിലക്ക് കൽപ്പിച്ചത്. വിലക്ക് കൽപ്പിച്ചെങ്കിലും ആ പള്ളിയുടെ എന്ന് പറയുന്ന ഈ രാമജന്മഭൂമിയുടെ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടു മുകളിൽ ഹിന്ദുക്കൾക്ക് ആരാധന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇത് ചരിത്ര വസ്തുതയാണ്. അല്ലാതെ 1992 ഒരു സുപ്രഭാതത്തിൽ ഈ മസ്ജിദ്, ഈ തർക്കമന്ദിരം ആക്രമിക്കപ്പെട്ടതോ പൊളിക്കപ്പെട്ടതോ അല്ല. ചരിത്രപരമായിട്ടുള്ള വിശകലനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ട് ഇത് പരമോന്നത നീതിപീഠം ഇതൊക്കെ പരിശോധിച്ചല്ലോ. നമുക്കറിയാലോ, നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് 526ഓളം രേഖകളാണ് അലഹാബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ രേഖകളിൽ 136ഓളം തെളിവുകളാണ് ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ആധികാരികമായിട്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കൃത്യമായിട്ട് ഒരു വിധി പറഞ്ഞ കേസിനകത്ത് പിന്നെ നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. ഈ രാജ്യത്തിൽ വരും. അതേ പരമോന്നത നീതിപീഠമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം ശരിവെച്ചത്. അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ വിധിയെ ഉദ്ധരിച്ച്, വിധിയെ കോട്ട് ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ നിലയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ 1949 ഡിസംബർ മധ്യത്തിൽ അഖില ഭാരതീയ രാമായണ മഹാസഭയുടെ നേതൃത്വത്തിൽ ബാബരി പള്ളിയുടെ കിഴക്ക് വശത്ത് ചബൂത്രയ്ക്ക് മുന്നിൽ തുളസീദാസിന്റെ രാമചരിത മാനസത്തിന്റെ 9 ദിവസം നീണ്ട പാരായണം ആരംഭിക്കുന്നതിന് മുൻപ് ഈ രാംലല്ല വിഗ്രഹം എവിടെയായിരുന്നു? അതിനുശേഷമാണല്ലോ അവിടെ നിന്നത് കണ്ടെത്തുന്നത്. അല്ല, വിഗ്രഹം എന്ന് പറയുന്നത്, വിഗ്രഹത്തിൻ്റെ ഒരു താന്ത്രിക വിധി പ്രകാരം വിഗ്രഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തുള്ള ദേവന് ചൈതന്യം പകരുന്ന ഒരു വിഗ്രഹമാണ്. അപ്പോൾ അതിനു മുൻപ്, ഈ ദിവസത്തിന് മുൻപ് ഈ വിഗ്രഹം എവിടെയായിരുന്നു? നിർമോഹി അഗാഢകളുടെ കൈകളിലായിരുന്നു ഈ വിഗ്രഹം. നിർമോഹ അഗാഢകളുടെ കൈകളായിരുന്നു. അവരായിരുന്നു ഇതിന്റെ സൂക്ഷിപ്പുകാർ. ഈ വിഗ്രഹത്തിന്റെ സൂക്ഷിപ്പുകാർ അവരായിരുന്നു. അവരുടെ കൈകളിൽ നിന്നാണ് പിന്നീട് സ്വയംഭൂവായി എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അതിനു മുൻപ് ഇതിന് സൂക്ഷിപ്പുകാർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്വയംഭൂവായ വിഗ്രഹത്തിന്? അങ്ങനെയല്ല. സ്വയംഭൂ എന്നല്ല. സ്വാഭാവികമായി അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ബാലപ്രതിഷ്ഠയുള്ള രാമനായിരുന്നു. തകർക്കപ്പെട്ട വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങളെ സ്വന്തം വീടിനകത്ത്, സ്വന്തം ഗൃഹത്തിനകത്ത്, സ്വന്തം സമുദായത്തിനകത്ത് അത് ശേഖരിച്ച് വെച്ചുകൊണ്ട് അത് രാമനെ സ്നേഹിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടുള്ള സ്വയംഭൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനകത്ത് വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടാലും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും രാമൻ എന്ന് പറയുന്നത് സത്യമാണ്. 140 കോടി ജനങ്ങളുടെ ആത്മതത്വമാണ്. ഈ ഭാരതത്തിന്റെ ആത്മതത്വമാണ്. നമ്മൾ ഇതിനകത്ത്
പ്രത്യക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ പ്രിന്റു മഹാദേവി. പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണല്ലോ അവിടെ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത് എന്ന വാദത്തിന് അടിത്തറ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സ്വയംഭൂ എന്നായിരുന്നു ഇതുവരെയുള്ള ബലമായ വാദം. ആ സ്വയംഭൂ ആണെങ്കിൽ ആ സ്വയംഭൂവായ വിഗ്രഹം എങ്ങനെ ഉണ്ടായി എന്ന് പറയണമല്ലോ. ആ സ്വയംഭൂവായ വിഗ്രഹത്തിന് എന്തിനാണ് അതിനു മുൻപ് സൂക്ഷിപ്പവർ ഉണ്ടാകുന്നത്? അത് അന്ന് യു പി ഭരിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി പന്ത്, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, അവരോട് ചോദിക്കണം മേഡം എങ്ങനെയാണ് ആ വിഗ്രഹം അവിടെ വന്നതെന്നുള്ളത്. അറിയാലോ, അന്ന് ഭരിച്ചത് BJP സർക്കാർ ഒന്നുമല്ലല്ലോ അവിടെ ഭരിച്ചിരുന്ന കാര്യം. രാമജന്മഭൂമി സംബന്ധിച്ച് ഒരു വിഗ്രഹത്തിന് വിഷയമല്ല സാർ. രാമൻ ജനിച്ച ഭൂമിയാണ്, രാമന്റെ മണ്ണാണ്, രാമന്റെ ഈ പറഞ്ഞ നാമജപ ഘോഷയാത്ര നടന്ന 9 ദിവസം അതിന്റെ അവസാന ദിവസം ഈ പള്ളി കുത്തിത്തുറന്ന് ദിഗ്വിജയ്നാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കർസേവകർ പള്ളി കുത്തിത്തുറന്ന് ഈ ക്ഷേത്രത്തെ അവിടെ ഈ വിഗ്രഹത്തെ അതിനുള്ളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതിനുശേഷം അത് സ്വയംഭൂവാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. ഇനി ഈ പറഞ്ഞ ദിഗ്വിജയ്നാഥ് ആരാണെന്ന് കൂടി പറയുമ്പോൾ അല്പം കൂടി അത് വ്യക്തമാകുമായിരിക്കും. ഇന്ന് UP ഭരിക്കുന്ന ആദിത്യനാഥ്, അന്ന് അയാൾ കർസേവകന്റെ പ്രവർത്തകനായിരുന്നു. ആ ആദിത്യനാഥിന്റെ ഗുരുവിന്റെ ഗുരുവാണ് ഈ കൃത്യത്തിന് നേതൃത്വം നൽകിയ ആൾ. അതിനുശേഷം പള്ളി കുത്തി തുറന്ന് അവിടെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ച ശേഷം അവിടെ സ്വയംഭൂവായ ഒരു വിഗ്രഹം ഉണ്ടായി എന്നും അതിന്റെ മുകളിൽ പള്ളി പണിഞ്ഞുവെന്നും അത് ഹിന്ദുക്കൾക്കായി വിട്ടു നൽകണമെന്നും അത് രാമന്റെ ജന്മഭൂമിയാണെന്നുമുള്ള ഒരു കഥയങ്ങ് മെനഞ്ഞു. അതല്ലേ സത്യം? ഇനി അതും പോട്ടെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ സിവിൽ കേസായി ആരംഭിച്ച ഒരു കേസായിരുന്നല്ലോ ഇത്, വസ്തു തർക്കത്തെ ചൊല്ലിയുള്ള ഒരു കേസ്. അതെങ്ങനെയാണ് ഇന്ന് താങ്കൾ പറയുന്ന തരത്തിൽ കോടാനുകോടി രാമഭക്തരുടെ ആവേശവും ആവശ്യവും ഒക്കെ പേറുന്ന ഈ വികാരത്തെ തൊട്ടുണർത്തുന്ന സംഭവമായി മാറിയത്? അസിത 1428 ബാബർ വന്ന് രാമജന്മഭൂമി, ബാബറിന്റെ സൈന്യാധിപനായിട്ടുള്ള മിർകാസി വന്ന് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിഷ്കാസനം ചെയ്ത കാര്യം നമുക്കറിയാലോ. ബാബർ വന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം തകർത്ത് അവിടെ ബാബരി മസ്ജിദ് പണിഞ്ഞു എന്നുള്ളതിന്റെ ചരിത്രരേഖ, ചരിത്രാധാരം എന്താണ്? ബാബറല്ല, ബാബറുടെ സൈന്യാധിപൻ. ശരി ചരിത്ര 1971-ലും 2003-ലും അലഹാബാദ് കോടതി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിനകത്ത് 126 പേജുള്ള റിപ്പോർട്ടിനകത്ത് ആധികാരികമായി പറയുന്നുണ്ട് ഈ പള്ളിയുടെ മിനാരങ്ങൾ പണിതിട്ടുള്ളത് 50ഓളം ശിലകളിലാണ്, 50ഓളം കൃഷ്ണശിലകൾ. ഈ പള്ളിയുടെ മിനാരങ്ങളും പള്ളിയുടെ തൂണുകളിലുമൊക്കെ ഹൈന്ദവ വിഭാഗത്തിന്റേതെന്ന് തോന്നുന്ന ചില സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണല്ലോ അതിൽ കണ്ടെത്തിയ പ്രശ്നം. ആ കാലയളവിൽ ഈ ബാബരി മസ്ജിദ് പണിയപ്പെട്ടു എന്ന് പറയുന്ന കാലയളവിൽ ഈ അറബ് വംശത്തിൻ്റെതായ മാത്രമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശിലാരൂപങ്ങൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ടല്ലേ ഇതൊക്കെ പണിയുക? അങ്ങനെയല്ല. നമുക്കറിയാലോ, ഇവിടെ നമുക്കറിയാലോ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം, കുത്തബ് മിനാറാണ് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ ഈ ബാബരി മസ്ജിദിനേക്കാൾ മുമ്പ് നിർമ്മാണം നടന്നത് കുത്തബ് മിനാറല്ലേ. ഈ വാസ്തുശില്പ വിധി പ്രകാരം മുഗളന്മാരുടെയും നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെയും ഒക്കെ ആളുകളുടെ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ. പിന്നെ അതുമാത്രമല്ല, ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ നിങ്ങൾ നേരത്തെ KT കുഞ്ഞിക്കണ്ണനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അവിടെ 496 വർഷമായിട്ട് അവിടെ നിസ്കാരം നടക്കുന്നുണ്ടല്ലോ സാർ. 1949 ശേഷം അവിടെ നിസ്കാരം നടന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അതിനു മുമ്പ് ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിസ്കരിക്കുകയും പ്രാർത്ഥനയും നടന്നിരുന്നു. അവിടുന്ന് ഹിന്ദു വിഭാഗത്തിനെ ആട്ടി ഓടിച്ചപ്പോഴാണ് ഹിന്ദു വിഭാഗം പ്രക്ഷോഭത്തിനിറങ്ങിയത് 1888-ൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദുവും മുസൽമാനും ഒരു 15 കിലോമീറ്ററിന് അപ്പുറത്ത് പഴയ സാഹചര്യത്തിൽ പള്ളിയിലും അമ്പലത്തിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഈ ഭാരതത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. വളരെ വേഗം അതിനൊരു മറുപടി. അല്ല, ഇദ്ദേഹം ഈ പ്രിന്റ് ഒരു RSSകാരനും, RSSകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം രാമായണത്തിലെ മായാരാക്ഷസന്മാരെ, രാവണന്റെ വംശത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ പോലെയാണ് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് താങ്കൾ ചോദിച്ചു, ഈ അവിടെയുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള പ്രാണപ്രതിഷ്ഠ പോലും അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ശങ്കരാചാര്യന്മാർ പറയുന്നല്ലോ. അപ്പൊ അദ്ദേഹം വളരെ വിചിത്രമായ ഒരു വാദം ഉന്നയിക്കുകയാണ്. അവര് വൈദിക പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, ഇത് താന്ത്രിക വിദ്യാ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. സംസ്കൃത യാഗവിധി പ്രകാരം എല്ലാ താന്ത്രിക വിധികളും വേദപാരമ്പര്യത്തിൽ അധിഷ്ഠിതാണ്. അത് എന്ത് സംശയമുള്ളത്, നമ്മുടെ യാഗസംസ്കൃതിയെ കുറിച്ചുള്ള എല്ലാ ആധികാരിക പഠനങ്ങളും ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കാണുന്നത്. അപ്പൊ അദ്ദേഹം താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്,
ഇത് താന്ത്രിക വിധി പ്രകാരം പ്രമാണം നിങ്ങൾക്ക് അയോഗ്യമല്ല ഈ പ്രതിഷ്ഠ എന്ന് ശങ്കരാചാര്യന്മാർ പറയുന്നല്ലോ. അപ്പൊ അദ്ദേഹം മറ്റേ വൈദിക പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. ഇത് താന്ത്രിക വിധി പ്രകാരമാണ് ഇങ്ങനെയുള്ള തട്ടിപ്പൊന്നും സംസാരിക്കുമ്പോൾ ക്ഷമാപൂർവ്വം കേട്ടുന്നതാണ്. നിങ്ങൾ ഈ വെറുതെ താങ്കൾ സംസാരിക്കാൻ ഞാൻ ക്ഷമാപൂർവ്വം കേട്ടുന്ന ആളാണ്. അപ്പൊ താങ്കളെ പോലുള്ള ആളുകള് എന്താണ് ചെയ്യുന്നത്? ചരിത്രം പറയുമ്പോൾ താങ്കൾ എന്ത് പറയും? വിശ്വാസം പറയും. ഇനി വിശ്വാസം പറഞ്ഞ് താങ്കളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ താങ്കൾ ചരിത്രം പറയും. താന്ത്രിക വിധി പറയുമ്പോൾ താങ്കൾ എന്ത് പറയും? വൈദിക പാരമ്പര്യം പറയും. വൈദിക പാരമ്പര്യം പറയുമ്പോൾ താങ്കൾ എന്ത് പറയും? താന്ത്രിക പാരമ്പര്യം പറയും. ഇതൊക്കെ RSSകാരുടെ മായാലീലകളാണ്. മായാവിദ്യകളിലൂടെ രാവണനെ പോലെ യുദ്ധം ചെയ്യുന്ന രാമവിരുദ്ധരാണ് RSSകാരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വാൽമീകിയുടെ രാമായണമോ ഇന്ത്യയിൽ പരിചിതമായ നൂറുകണക്കിന് രാമായണമോ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു രാമസങ്കല്പമുണ്ട്. ആ രാമസങ്കല്പമല്ല നിങ്ങളുടേത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു ഭരണം, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ ആവശ്യമായ ശാസ്ത്രവീര്യമുള്ള അപരമത വിദ്വേഷം തുപ്പുന്ന ഒരു രാമനെയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ രാമന് ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും ഇതിഹാസങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് താങ്കൾ സംസ്കൃത പാരമ്പര്യത്തെയും വൈദിക പാരമ്പര്യത്തെയും താന്ത്രിക പാരമ്പര്യത്തെയും ഇവ തമ്മിലുള്ള ബന്ധത്തെയും വ്യത്യാസത്തെയും ഒക്കെ പറഞ്ഞ് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ജനങ്ങളുടെ അജ്ഞതയിൽ നിക്ഷേപിക്കുന്നവരാണ് എല്ലാ കാലത്തും ഫാസിസ്റ്റുകൾ. ജനങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ട് എന്ന രീതിയിൽ തെറ്റായ രീതിയിൽ അവതരണങ്ങൾ നടത്തി ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി അപകടകരമായ അപരമത വിദ്വേഷത്തിന്റെ ഒരു അജണ്ട നടപ്പാക്കുക എന്നതാണ്, വംശീയ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് എല്ലാ ഫാസിസ്റ്റുകളും ചെയ്തിട്ടുള്ളത്. നിങ്ങളും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള ഒരു സംവാദത്തിൽ പ്രിന്റ് മഹാദേവിനെ പോലുള്ള ആളുകളുമൊക്കെ ആയിട്ട് തർക്കിച്ച് പരിഹരിക്കേണ്ട വിഷയമല്ല ഇതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. രാം കെ നാം എന്ന് പറയുന്ന നമ്മുടെ ആനന്ദ് പട്ടോളത്തിന്റെ സിനിമ രാമനെ ചൊല്ലി ഒരു രാജ്യത്തെ തകർക്കാൻ RSS നടത്തുന്ന രാവണ യുദ്ധമാണ് ഈ യുദ്ധം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് രാവണപക്ഷത്തുള്ള നീക്കമാണ് എന്ന് ഇന്ത്യയിലെ രാമവിശ്വാസികള് രാമഭക്തന്മാര് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ പ്രിന്റു മഹാദേവ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ആചാര്യന്മാർ, ശങ്കരാചാര്യ മഠാധിപന്മാർക്കൊക്കെ അപ്പോൾ അവർ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ നിങ്ങൾ താന്ത്രിക പാരമ്പര്യമുള്ളവരല്ല, വൈദിക പാരമ്പര്യമുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ ഇതിന്റെ ഭാഗമായി ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അങ്ങനെ വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ലല്ലോ മാഡം. ഇത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട 500 വർഷത്തെ തർക്കത്തിനൊടുവിൽ ഈ രാജ്യത്തിലെ 140 കോടി ജനങ്ങളും രാമനെ എതിരേൽക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഈ രാജ്യത്ത് നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് അതിൽ വരുന്നവരുണ്ടാവാം, അതിനെ ആക്ഷേപിക്കുന്നവരുണ്ടാവാം, അതിനെതിരെ അഭിപ്രായമുള്ളവരുണ്ടാവാം. സ്വാഭാവികമല്ലേ? രാമന്റെ പട്ടാഭിഷേകം മുടക്കിയ കഥ ചരിത്രത്തിലുണ്ടായിട്ടല്ലോ. ഇത്രകാലം ഹൈന്ദവ വിധിപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞ, മേൽനോട്ടം വഹിച്ച, നേതൃത്വം നൽകിയ 4 ശങ്കരാചാര്യ മഠാധിപന്മാർ, അവർ ഇത്രയും നാൾ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ വാക്കായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അവർ എന്നൊരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. ആ ഘട്ടം മുതൽ നിങ്ങൾക്ക് അവരെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. അപ്പോൾ ഇങ്ങനെ താന്ത്രിക പാരമ്പര്യം, വൈദിക പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവരെ ഇത് വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്കാകണ്ടേ? ഹിന്ദു മതത്തിന് അങ്ങനെയല്ല അസിത. ഹിന്ദു മതത്തിന് അങ്ങനെ പരമോന്നതമായ ഒരു പോപ്പുള്ള മതമല്ല. ഇതൊരു സെമറ്റിക് മതമല്ല. നോക്ക്, ഇന്ത്യയുടെ മതേതര പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ ഹിന്ദു മതത്തിൻ്റെ സനാതന ധർമ്മം തന്നെയാണ്. ഇത് സെമറ്റിക് മതമല്ല. അങ്ങനെ ഹിന്ദു മതത്തിനൊരു പോപ്പുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പോപ്പ് ആധികാരികമായി അഭിപ്രായം പറയാനുള്ള സനാതന ധർമ്മം അങ്ങനെ അനുവദിക്കുകയുമില്ല. അപ്പോൾ ശങ്കരാചാര്യന്മാർ അവർ അഭിപ്രായം പറഞ്ഞോട്ടെ. അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുപോലെ അല്ലല്ലോ ഈ താന്ത്രികത്തിൽ അഭിപ്രായം പറയേണ്ട താന്ത്രിക വിധിപ്രകാരമുള്ള ആളുകളാണ്. പിന്നെ നിങ്ങളുടെ ഒരു പ്രശ്നം, പിന്നോക്കക്കാരനായിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പറയുന്ന ബ്രാഹ്മണിക് ഹെജിമണിയാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ നരേന്ദ്രമോദി പിന്നോക്കക്കാരനായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഈ രാമപ്രതിഷ്ഠയ്ക്ക് അവിടെ ഇരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്. ശങ്കരാചാര്യ മഠാധിപന്മാർ ഇവരുടെ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണെന്ന് ആദ്യം പറഞ്ഞവർ ഞങ്ങളാണ്. താങ്കൾ അത് കേൾക്കൂ. ഈ തരത്തിൽ ബ്രാഹ്മണ വിധിപ്രകാരമുള്ള കാര്യങ്ങളെ നടക്കാൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നവർ നിങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിലെ ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കാൻ സാധിക്കാതെ തറയിൽ വെക്കേണ്ടി വന്നത്. പക്ഷേ അയോധ്യയിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആദിത്യനാഥിനും ശ്രീകോവിലിനുള്ളിൽ കയറുമ്പോൾ ഈ വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ അങ്ങ് ഇല്ലാതാകുന്നു. അവിടെയാണ് ഇരട്ടത്താപ്പ്. അപ്പോൾ എവിടെയാണ് ഈ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്? തരാതരം പോലെ
പോലെ സൗകര്യം പോലെ വേണ്ടപ്പോൾ വേണമെന്നും വേണ്ടത്തപ്പോൾ വേണ്ട എന്നും വെക്കാനുള്ളതാണോ ഇതൊക്കെ? ആരാ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളെ ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നത്? ആരാണ് പിടിക്കുന്നത്? അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ നിലവിളക്ക് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അന്ന് അതിനെ വന്നിരുന്ന് ന്യായീകരിച്ചല്ലോ ഈ പറയുന്ന ബിജെപിയുടെ നേതാക്കളൊക്കെയും. ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും ആദിത്യനാഥിന്റെയും സാന്നിധ്യം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ എന്നിട്ട് വാദിക്കുകയാണോ? അപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ വിശ്വാസികളെ അല്ലേ ശരിക്കും പറ്റിക്കുന്നത്? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റാനുള്ളതാണോ വിശ്വാസം? ഏത് വിശ്വാസികളെയാണ് ഞങ്ങൾ പറ്റിക്കുന്നത്? ഞങ്ങളുടെ കൂടെ ഈ രാജ്യത്തിലെ 140 കോടി ജനം വിശ്വാസികളുണ്ട് അസിത. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ വിശ്വാസികളുടെ ആധാരമായ കാര്യം സുപ്രീം കോടതിയിലെ വിധിയായിരുന്നല്ലോ. അതേ സുപ്രീം കോടതിയല്ലേ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ശരിവെച്ചത്? എന്തുകൊണ്ട് നിങ്ങൾ അന്ന് അതിനെ സ്വാഗതം ചെയ്തില്ല? അല്ല, ശബരിമലയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹം വിളിച്ചപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിയും RSSും അവരുടെ പിന്നിൽ അണിനിരുന്നത്. വിശ്വാസികൾ വിളിച്ചാൽ അവരുടെ കൂടെ തന്നെ ഞങ്ങൾ അണിനിരക്കും, ഇനിയും അണിനിരക്കും. ഇവിടത്തെ സ്ത്രീ സമൂഹത്തിന് ക്ഷേത്രപ്രവേശനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ തെരുവിലിറങ്ങിയപ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ വിശ്വാസിയാണോ? അവിടെ കയറിയിട്ടുള്ള ആളുകൾക്ക് വിശ്വാസികളായിരുന്നോ? മഹാദേവന്റെ വിശ്വാസത്തിന് സർട്ടിഫിക്കറ്റ് തരാൻ ഈ രാജ്യത്തെ ഒരാളും യോഗ്യരല്ല എന്നിരിക്കെ ബിന്ദു അമ്മണിയുടെ വിശ്വാസത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഈ രാജ്യത്തെ ഒരു BJP-കാരനും യോഗ്യനല്ല. അത് അവിടെ ഇരിക്കട്ടെ. അടുത്ത ചോദ്യം നോക്കൂ, നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ശ്രീ റോണിക്ക് ബേബി, താങ്കൾ അല്പസമയം എന്നോട് ക്ഷമിക്കണം. പ്രിന്റു വൈകി വന്നതുകൊണ്ടാണ് ഞാൻ പ്രിന്റുവിലേക്ക് പോകുന്നത്. ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ്. പ്രിന്റു നോക്കൂ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി എവിടെയാണ്? പ്രധാനമന്ത്രി എവിടെയാണ്? ഈ അദ്ദേഹം 11 ദിവസമായി മേഡം നാസിക്കിൽ നിന്ന്, കാരണം നാസിക് എന്ന് പറയുന്നത് പഞ്ചവടി, ശ്രീരാമൻ അവൻ്റെ ഏറ്റവും കൂടുതൽ കാലം വനവാസ കാലഘട്ടം ചെലവഴിച്ച പഞ്ചവടിയിൽ നിന്ന് അദ്ദേഹം ഉപവാസം ആരംഭിച്ചു. അതിനുശേഷം ഗുരുവായൂർ വന്നു, നമ്മുടെ തൃപ്രയാർ വന്നു, അദ്ദേഹം ഇന്ന് രാമേശ്വരം സന്ദർശിച്ചു. ഇവിടെ നമുക്ക് രാമൻ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യം കൂടി രാമനുണ്ട്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചത് മഹാഭാരതമാണ്. ആ മഹാഭാരതത്തിന്റെ ജോഗ്രഫിക്കൽ പാരമ്പര്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ഇത്രയധികം ദിവസങ്ങളായി രാമക്ഷേത്രത്തിൽ കയറിയിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ മറ്റ് ജനങ്ങളുടെ വിശ്വാസത്തെ എന്തുകൊണ്ട് കാണാതെ പോകുന്നില്ല? ഇനി അതും പോട്ടെ, ഈ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി ഈ തരത്തിൽ ഹൈന്ദവ വികാരത്തെ ഒരുമിച്ച് നിർത്താനാണോ? അതാണോ ഒരു പ്രധാനമന്ത്രിയുടെ പ്രാഥമികമായ ധർമ്മം? ശ്രീ പ്രിന്റു മഹാദേവ്, നോക്കൂ, ചോദ്യം വളരെ ലളിതമാണ്. 7 ദിവസം എന്ന് താങ്കൾ പറയുന്നു. രാമായണത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ്. ശരി, നെഞ്ചോട് ചേർത്ത് പിടിച്ചോളൂ. അത് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വിശ്വാസമാണ്. 7 ദിവസത്തിലധികം അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങുകയാണെന്ന് താങ്കൾ തന്നെ പറയുന്നു. അതിനാണോ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രധാനമന്ത്രി? അദ്ദേഹത്തിന് മറ്റൊരു പണിയുമില്ലേ? ശ്രീ പ്രിന്റു മഹാദേവ്, ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? പട്ടിണി സൂചികയിൽ എവിടെയാണെന്ന് അറിയാമോ? തൊഴിലില്ലായ്മയിൽ എവിടെയാണെന്ന് അറിയാമോ? വിദേശത്ത് നിന്ന് ആളുകൾ വരുമ്പോൾ ചേരികൾ മറച്ചു കെട്ടേണ്ട ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്ന് അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായല്ലോ. മണിപ്പൂരിന്റെ ദേശീയ ദിനാചരണത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഒപ്പമുണ്ട് പോലും. അദ്ദേഹത്തിന് ആ മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ലല്ലോ. ഈ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ രാമക്ഷേത്രങ്ങളിലും നരേന്ദ്രമോദിക്ക് കയറി ഇറങ്ങാൻ സമയം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം ശ്രീ പ്രിന്റു മഹാദേവ, നാട്ടുരാജ്യത്തെ ഭരണാധികാരിയെ കുറിച്ചല്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര സന്ദർശനം മാത്രമല്ലല്ലോ അസിത ഉണ്ടാക്കിയത്. പോയപ്പോഴും അല്ല അതങ്ങനെ അസിത പറയാ? അസിത എങ്ങനെയാ അത് പറയാ? അസിത, ഞാനൊന്ന് ചോദിക്കട്ടെ, നരേന്ദ്രമോദി വന്ന ദിവസമല്ലേ 4000 കോടിയുടെ 20,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതി ഈ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് അല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിൽ മാത്രം പോകുമെന്ന് പറയുന്നത്? തമിഴ്നാട്ടിൽ പോയപ്പോൾ തമിഴ്നാട്ടിലും അദ്ദേഹം നടത്തിയുള്ള പദ്ധതികൾ 75,000 കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമല്ലേ രാമേശ്വരം പോയത്? അപ്പൊ നിങ്ങൾക്ക് എന്താ നരേന്ദ്രമോദിക്ക് അമ്പലത്തിൽ പോകേണ്ടത്? നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ RSSന്റെ ജിഹയായ നരേന്ദ്രമോദിയെ കുറിച്ചല്ല. ആ നരേന്ദ്രമോദി എന്ത് ചെയ്താലും ഈ രാജ്യത്തെ നമ്മൾക്ക് പ്രശ്നമാകില്ല, നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടാകില്ല. പക്ഷേ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രിന്റു മഹാദേവ്, രാജ്യത്തിന്റെ നോക്കൂ, ഈ രാജ്യം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതവും സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ രാജ്യമാണ് മേഡം.
സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭരണഘടനയും ഇല്ല, ഒരു ആചാരങ്ങളുമില്ല, വിശ്വാസങ്ങളും ഇല്ല. നിങ്ങളുടെ പ്രശ്നം പിന്നോക്കക്കാരനായ നരേന്ദ്രമോദി ഈ പറയുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. എന്റെ സുഹൃത്തെ, താങ്കൾ വീണ്ടും അവിടെ തന്നെ ഒന്ന് നിൽക്കുകയാണല്ലോ. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾക്ക് മറുപടിയില്ല. അങ്ങനെയെങ്കിൽ പ്രിന്റു മഹാദേവ്, ആ പോയിന്റ് ചർച്ച ചെയ്യാം. പിന്നോക്കക്കാരനായ ദേവസ്വം മന്ത്രിയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്തപ്പോൾ, നിലവിളക്ക് വാങ്ങാൻ അദ്ദേഹം കൈ നീട്ടിയപ്പോൾ അത് കൊടുക്കാതെ തറയിൽ വെച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ആത്മരോഷം ഉണർന്നില്ല പ്രിന്റു മഹാദേവ്? പിന്നോക്കക്കാരന്റെ എല്ലാ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല? അത് ഞാൻ ആ വ്യക്തി, നിങ്ങളുടെ ആ കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ CITU എംപ്ലോയീസ്, ദേവസ്വം യൂണിയന്റെ സെക്രട്ടറിയാണ് മാഡം. ആരും ആയിക്കോട്ടെ ശ്രീ പ്രിന്റു മഹാദേവ്, ഒരു ക്ഷേത്രത്തിനുള്ളിൽ നടന്ന ചടങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൊടുത്തവന്റെ ജാതിയും ജാതകവും തിരയലല്ല എന്റെ പണി. ഞാൻ ആരായിരുന്നാലും മേഡം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സംശയവും വേണ്ട. അല്ല, അന്ന് ഈ പറയുന്ന BJP നേതാക്കളൊക്കെ എന്റെ ചർച്ചയിൽ വന്നിരുന്ന വിശ്വാസത്തെയും ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളെയും ഹൈന്ദവ വിധിയും ഒക്കെ ഉയർത്തിപ്പിടിച്ചവരായിരുന്നു. അവർക്കത് പ്രകാരം ആ വിളക്ക് കയ്യിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് വാദിച്ചവരായിരുന്നു. മറുപക്ഷത്ത് നരേന്ദ്രമോദി വരുമ്പോൾ ഈ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരായി നിങ്ങൾ അതേ ഞങ്ങളെ മുദ്ര കുത്തുന്നു. ഇത് എന്ത് നാടാണ് സാർ ഇത്? പുതിയൊരു തുടക്കമാകട്ടെ അസിത, ഇതൊരു പുതിയ തുടക്കമാകട്ടെ. രാമക്ഷേത്രം, ഇവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള സമ്പ്രദായം ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയൊരു ക്ഷേത്രം വരുന്നു. അവിടെ ആ ക്ഷേത്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു, പിന്നോക്കക്കാരൻ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്നു. അങ്ങനെയല്ലേ പുതിയ ചരിത്രം ഉണ്ടാകാറ്? പുതിയ ചരിത്രം തീർക്കുകയാണ് ഇവിടെ രാജ്യത്തെ BJP എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പിന്നോക്കക്കാരനെ അവിടെ വലിയ ഫിഗറായി ഉയർത്തിക്കാട്ടുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളും ഇവിടെ ഇല്ലാതാകപ്പെടുന്നു. എങ്ങനെ കാണണം രാജ്യം? കേറ്റി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ കേൾക്കുന്നുണ്ടോ? ഹലോ ശ്രീ KT, താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ആരോടാണ് ചോദിച്ചത്? താങ്കളോടാണ് ചോദിച്ചത്. പ്രിന്റു മഹാദേവൻ പറയുന്നത് പോലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങളെയും തച്ചെടുക്കുകയാണ് അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അല്ല, പ്രിന്റു മഹാദേവ് ഇന്ത്യയുടെ ചരിത്രം പഠിച്ച ഒരാളല്ലല്ലോ. അദ്ദേഹം RSSന്റെ ഒരു ക്യാപ്സ്യൂൾ വാദങ്ങൾ ഇവിടെ വളരെ ബുദ്ധിപരമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു വൃതാശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് പേഷാ സാമ്രാജ്യത്വം, ചിത്ഭവൻ ബ്രാഹ്മണ്യം, അതായത് മറാത്തി ബ്രാഹ്മണ മേധാവിത്വം പുനഃസ്ഥാപിക്കാനുള്ള യുദ്ധമാണ് ശിവജി നടത്തിയത്. പക്ഷെ ശിവജി എന്തായിരുന്നില്ല, ഒരു ചിത്ഭവൻ ബ്രാഹ്മണനായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. OBC-കാരനായ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലിരിക്കുന്ന ഐഡിയോളജി ഈ രാജ്യത്ത് ബ്രാഹ്മണ മേധാവിത്വം, അതായത് സവർക്കറിസം സ്ഥാപിക്കുന്നതാണ്. ആ സവർക്കറിസത്തെയാണ് ഞങ്ങൾ ഹിന്ദുത്വ എന്ന പേരിൽ എതിർക്കുന്നത്. ഞങ്ങൾ അതിനെ ശക്തമായി തുറന്നു കാണിക്കുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തെയും അത് രൂപപ്പെടുത്തിയ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെയും നിഷേധിച്ച് രാമന്റെ പേരിൽ ഈ രാജ്യത്തെ അസ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾ ആ രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് എഴുതിയ വിധി പ്രസ്താവനയിൽ എവിടെയെങ്കിലും പുരാവസ്തു വിജ്ഞാനീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാമന്റെ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കോട്ടിയിരിച്ചുണ്ടോ? നിങ്ങൾ 156 രേഖകൾ, പുരാവസ്തു വിജ്ഞാനീയ രേഖകൾ എന്നൊക്കെ ഇവിടെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതെന്താ പറഞ്ഞത്? 86-ൽ അവിടെ തുറന്നു കൊടുത്തത് തെറ്റാണ്, ശിലാന്യാസം തെറ്റായിരുന്നു, പള്ളി പൊളിച്ചത് അതിനേക്കാൾ ഗുരുതരമായ തെറ്റായിരുന്നു. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അവിടെയാണ് രാമൻ ജനിച്ചത്. അപ്പോ വളരെ ചരിത്രപരമായ, വളരെ സിവിലായ എല്ലാ രേഖകളെയും എല്ലാ വസ്തുതകളെയും മാറ്റിവെച്ചിട്ട് വിശ്വാസം അവിടെയാണ് രാമൻ ജനിച്ചത് എന്നാണ്. ആ വിശ്വാസം എന്താണ്? വളരെ ആസൂത്രിതമായി ഇവിടെ ഉണ്ടാക്കിയെടുത്ത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചൊരു വിശ്വാസമാണ്. അത് സംഘപരിവാറത് വിശ്വാസത്തെ ബലപ്രയോഗത്തിലൂടെ സ്ഥാപിച്ചതാണ്. ആ ബലപ്രയോഗത്തിലൂടെ സ്ഥാപിച്ച വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ടാണ് രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് വിധി എഴുതിയത്. ആ വിധി ഒട്ടും ജുഡീഷ്യൽ അല്ല. തീർച്ചയായും ചുരുക്കുകയാണ്, സമയപരിധി ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് അതേ ഭരണഘടനാ ബെഞ്ചിനെ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു BJP. അതാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന മതേതരത്വം. അപ്പോൾ ഇവിടെ ആത്യന്തികമായി ആകെത്തുകയിൽ പറയാനുള്ളത് വാത്മീകിയുടെയും ഗാന്ധിജിയുടെയും രാമനും സംഘപരിവാറിന്റെ രാമനും തമ്മിലുള്ള സംഘട്ടനമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. അതിൽ ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളത് നമ്മളാണ്, മതേതരവാദികളാണ് തീരുമാനിക്കേണ്ടത്. വളരെ നന്ദി KT കുഞ്ഞിക്കണ്ണൻ, പ്രൊഫസർ റോണി K. ബേബി, പ്രിന്റു മഹാദേവ ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചത്.